ഇവിടെ എന്താ കൂട്ടാ എനിക്കൊരു സങ്കടം. അണ്ണ അത് സ്കൂളുകാർ മുടി വെട്ടാൻ പറഞ്ഞ അണ്ണ വെട്ടി ഇപ്പൊ പുറകിലൊന്നും ഒരു മുടിയില്ല. കഷ്ടപ്പെട്ട് എന്നെ കിട്ടി വളർത്തിയ അണ്ണ. അവർക്ക് വല്ലവരുണ്ടോ? പണ്ട് ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ കൈകൊണ്ട് പുറകിടുമ്പോ കുരുങ്ങി പോവായിരുന്നു കൈ മുടിയുടെ ഫുള്ളുണ്ടായിട്ട്. ഓഹ് ഇപ്പഴാ ആ ഹാങ്ങറിൽ കാണിക്കാൻ പോകുമ്പോഴാ ആൾക്കാർ ഇവിടെ ചൊറിയുണ്ടെന്ന്, എനിക്ക് അവിടെ ചൊറിയുണ്ടെന്നാണ്. അതാണ് ആ കാര്യം. എടാ കുട്ട അത് വളർന്നോളൂ, മുടിയല്ലേ, സ്കൂൾ ലൈഫൊക്കെ അങ്ങനെയാണ്. നീ അത് അതിനെ കുറിച്ച് വലിയ കൺസേൺ ആവണ്ട. വയ്യണ്ണ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത്. അണ്ണ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ നീ എൻ്റെ അടുത്ത് തന്നെ പറയണം മുടീനെ പറ്റി. എടാ ഞാനൊക്കെ മുടി വെട്ടി ഒരു അക്ഷരം മിണ്ടില്ല, അതും കൊണ്ടു നടക്കും. കാരണം എനിക്കിതൊരു വെറും രോമമാണ്, അത് ഇങ്ങനെ വളരും, അത് വെട്ടും, അത്രേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വലിയ ഇമോഷൻസ് ഒന്നും ഇല്ല ഇതിനെ കൊണ്ട്. എന്തുവാടി നമ്മൾ കുറെ മുടി വെട്ടിയുള്ളതാ. പണ്ടപ്പം പറ്റ മൊട്ട അടിച്ചിട്ടുണ്ട്, മുള്ളു വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആണണ്ണ, ഓഹ് അണ്ണനെ സമ്മതിക്കണോട്ടാ. ഇത്രയും കഷ്ടപ്പെട്ട് മുടി എടുത്തിട്ട് വെട്ടിക്കളയുമ്പോഴുള്ള ഒരു വേദന. എടാ മോനെ കരയില്ലടാ. അച്ഛനെ മിണ്ടൂല, അച്ഛൻ കാരണം എന്റെ മുടി കൊണ്ട് വെട്ടിച്ചത്. പിന്നെ എന്ന് വളരാണ് ചോദിച്ചത്. എന്ത് കഷ്ടപ്പെട്ട വളർത്തിയെന്ന് പറയും. അച്ഛൻ ഇതെല്ലാം അറിയോ? കരടാ, സരസ്വതി അമ്മയുടെ സാമ്പാർ സാധനം വാങ്ങിച്ചു തരാം. മിണ്ടൂല. എനിക്ക് ചോറ് വേണ്ട, ഞാൻ മുടി വളർന്നേട്ടെ ചോറിനോ. ആ എന്റെ മുടി പോയേ. അണ്ണാ എന്താ ഇതെന്താ? നിങ്ങൾ കുറച്ചൊരു ഓഫ്ലൈൻ ആയി പോയല്ലേ? ഇത് എവിടെയായിരുന്നു? അപ്പൊ അത് ഞാൻ നിന്റെ കാര്യം ആലോചനയായിരുന്നു. എന്തുവാടേ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അല്ലേ കുറച്ച് ബോൾഡ് ആവാൻ നോക്കും. ബി ബോൾഡ്.